രേണു സുധി കിച്ചു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയമാണല്ലോ. കിച്ചു തന്റെ അമ്മയെ കാണാൻ പോകാത്തതിനെ ചൊല്ലി സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഗോസിപ്പുകൾ പരക്കുന്നുണ്ടായിരുന്നു. അതായത് ഒരുപാട് കമന്റ്സും കൂടാതെ ഒരുപാട് വീഡിയോസ് ഒക്കെ അതിനെതിരെ ആൾക്കാർ പ്രതികരിച്ചിട്ടു. അതായത് നീ നാട്ടുകാരെ കാണിക്കാനായിട്ട് പോകണ്ട, അമ്മയോട് സ്നേഹമുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി എന്നൊക്കെ ഒരു ബ്ലോഗർ വീഡിയോ ഇട്ടു. അതിനെതിരെ കിച്ചു ഒരു റിയാക്ഷൻ വീഡിയോയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ ഒന്ന് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പങ്കുവയ്ക്കാം. എന്റെ രണ്ടാമത്തെ വയസ്സിൽ എന്റെ സ്വന്തം അമ്മ എന്നെ ഇട്ടിട്ട് പോയതാ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലൈഫ് സ്റ്റോറിയിൽ കുറെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഉള്ള അമ്മ സാമിനെ കാണിച്ചു തരട്ടെ. ഇങ്ങനെ ഒരു വീഡിയോ കാണേണ്ടി വരുന്ന മകന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് തന്നെ കിച്ചു ഇത്രയും കാലം രേണു സുധിയെ കാണാൻ പോകാഞ്ഞതിൽ അവനൊരിക്കലും തെറ്റു പറയാൻ കഴിയില്ല. 100% ന്യായം കിച്ചുവിന്റെ ഭാഗത്താണ്. ഇതൊക്കെ നിങ്ങൾ പറയുന്ന എടുത്തു വളർത്തിയ മോൻ കണ്ട സാധനങ്ങളാണത്, മനസ്സിലായത്? അപ്പോൾ ഞാൻ ഇത് കണ്ടിട്ട് മെസ്സേജ് ഇട്ടു. ഈ മെസ്സേജിന്റെ ഉള്ളടക്കം എന്താണെന്ന് വെച്ചാൽ, ബിഗ് ബോസ് പോലുള്ള ഷോയിൽ പങ്കെടുത്ത് അത്യാവശ്യം റീച്ചും ഫെയിമൊക്കെ ഉള്ളതല്ലേ, ഇങ്ങനെയൊക്കെ കാണിച്ച് കാശുണ്ടാക്കണോ, പ്രൊമോഷനൊക്കെ ചെയ്ത് ജീവിക്കാനുള്ള വക കിട്ടുമല്ലോ എന്നാണ്. കൂടാതെ ഋതപ്പനും ഋതപ്പൻ്റെ കൂട്ടുകാരൊക്കെ ഇതൊക്കെ കാണില്ലേ, അവനും ഫോൺ യൂസ് ചെയ്യുന്നതല്ലേ എന്നാണ് ചോദിച്ചത് ന്യായമല്ലേ? അപ്പോൾ അതിന് രേണു സുധി മറുപടി കൊടുത്തത്, ഞാൻ അതിൽ ചുണ്ട് പൊട്ടിയിരിക്കുന്ന കാര്യമാണ് സംസാരിച്ചത്, അല്ലാതെ വൃത്തികേടായിട്ടൊന്നും കാണിച്ചിട്ടില്ലെന്ന്. ആ വീഡിയോ കണ്ട ആർക്കും മനസ്സിലായല്ലോ അതിലെന്താ നടന്നതെന്ന്. അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. രേണു സുധി പറഞ്ഞത്, എനിക്കതിൽ മോശമായിട്ടൊന്നും തോന്നിയില്ല, 2.5 ലക്ഷം രൂപ കിട്ടുന്നുണ്ടെന്ന്. ശരിക്കും മോശം പ്രവൃത്തി കാണിച്ചിട്ട് 2.5 ലക്ഷം പോയിട്ട് 2.5 കോടി കിട്ടിയിട്ട് എന്താ കാര്യം? എന്തായാലും ബാക്കിയും കൂടി കേട്ടു നോക്കാം. ഇത് കണ്ടു കഴിഞ്ഞാൽ ഋതപ്പന്റെ അവസ്ഥ എന്തായിരിക്കും? ഋതപ്പന്റെ കൂടെ പഠിക്കുന്നവരാണെങ്കിലും ഇപ്പം മിക്ക പിള്ളേരാണെങ്കിലും പോലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പം അതുവരെ കാണുന്നതായിരിക്കും. അപ്പൊ അവനെങ്ങനെ ഫേസ് ചെയ്യും? കിച്ചുവിൻ്റെ ഈ മറുപടി കേട്ടിട്ട് എനിക്ക് തോന്നിയത്, അതായത് ഇവൻ ഈ പ്രായത്തിലുള്ള പക്വത പോലും രേണു സുധി കാണിച്ചില്ലല്ലോ എന്നാണ്. എന്നുള്ള കാര്യം ഞാൻ അമ്മയടുത്ത് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് തന്ന റിപ്ലൈ, ഞാൻ ചെയ്തതിൽ എനിക്ക് മോശമായിട്ടൊന്നും തോന്നുന്നില്ല, എനിക്ക് അതിൽ നിന്ന് 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. ഞാൻ ഒന്നും തിരിച്ച് റിപ്ലൈ എടുക്കാൻ പോയില്ല, ഞാൻ അവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്തു. അതും ശരിയാ. അങ്ങനെ പറയുന്ന ആളോട് നമുക്ക് എന്ത് പറയാനാ? കാശിന് പ്രയോറിറ്റി കൊടുക്കുന്നു. ബ്രോ പറഞ്ഞ പോലെ എനിക്ക് അമ്മയുടെ വില എന്താണെന്ന് മനസ്സിലായിട്ടില്ല, പക്ഷെ സ്നേഹത്തിന്റെ വില എനിക്കറിയാം. അത് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ നീ രേണു സുധിയെ തിരുത്താൻ ശ്രമിച്ചത്. എനിക്കത് പറയണമെന്ന് തോന്നി, വീഡിയോ കണ്ടപ്പോൾ എനിക്കതൊന്നും തോന്നിയേട്ടാ. കിച്ചുവിന്റെ മറുപടി കേട്ടില്ലേ? സ്നേഹത്തിനും ബന്ധത്തിനും അത്രമാത്രം വില കൽപ്പിക്കുന്നത് കൊണ്ടാണല്ലോ അവൻ രേണു സുധിയെ തിരുത്താൻ ശ്രമിച്ചത്. സ്വന്തം അമ്മയുടെ പ്രവൃത്തി സഹിക്കാൻ കഴിയാത്ത ഒരു മകന്റെ പ്രതികരണം, അതേ കിച്ചു രേണു സുധി ഇത്രയും കാലം കാണാൻ പോകാഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അതിൽ അവന് ഒരിക്കലും തെറ്റു പറയാൻ കഴിയില്ല. സോഷ്യൽ മീഡിയയിൽ ഈ പ്രശ്നം ഇത്രയും വഷളായ സ്ഥിതിക്ക് രേണു സുധി അതിനെതിരെ ഒരു റിയാക്ഷൻ വീഡിയോയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ വീഡിയോയുടെ ചെറിയ ഭാഗം ഒന്ന് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പങ്കുവയ്ക്കാം. ചാറ്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി. അപ്പോൾ കിച്ചുവിൻ്റെ മറുപടി, 500 സബ്സ്ക്രൈബ് ആയെന്ന് പറഞ്ഞപ്പോൾ ഗുഡ് എന്ന് മറുപടി കൊടുത്തു. പിന്നെ അതിൻ്റെ അടിയിലിട്ടു 600 സബ്സ്ക്രൈബ് ആയെന്നും പിന്നെ 180 രൂപയാണ് എൻ്റെ സബ്സ്ക്രിപ്ഷൻ ചാർജ് എന്നും. എനിക്ക് തോന്നുന്നത് കിച്ചു കരുതിക്കാണ് സബ്സ്ക്രിപ്ഷൻ നല്ല രീതിയിലായിരിക്കും രേണു സുധി യൂസ് ചെയ്തിരിക്കുന്നതെന്ന്. പക്ഷേ വീഡിയോസ് ഓരോന്നായിട്ട് പുറത്ത് വരെയും ഓരോ റിയാക്ഷൻ വീഡിയോസൊക്കെ രംഗത്ത് വന്നപ്പോഴാണല്ലോ സത്യാവസ്ഥ മനസ്സിലായത്. അപ്പോൾ കിച്ചുവിനത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. കിച്ചുവിനെന്നല്ല, സ്നേഹമുള്ള ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. എന്റെ ചാറ്റ് കാണിച്ചുകൊണ്ടാണ് ഞാനിത് പുറത്ത് വിട്ടത് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വിടത്തില്ലാന്ന് പറയാം. കിച്ചു ഞാൻ തമ്മിലുള്ള ചാറ്റാണ്, സബ്സ്ക്രിപ്ഷന്റെ കാര്യമാണ്. അപ്പൊ എന്റെ കുഞ്ഞു മോനെ കിച്ചു, നീ സമ്മതിച്ചുകൊണ്ടാണ് അമ്മ ഇത് ചെയ്തത്. പിന്നെ മോൻ ഗുഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മോൻ അന്ന് എന്നോട് പറയാനേ. കിച്ചു വിചാരിച്ച് കാണും നല്ല രീതിയിലായിരിക്കും യൂസ് ചെയ്തതെന്ന്. കാരണം ഒരുപാട് ക്രിയേറ്റേഴ്സ് സബ്സ്ക്രിപ്ഷൻ ഫീച്ചേഴ്സിലൂടെ നല്ല രീതിയിൽ കാശുണ്ടാക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ രേണു സുധിക്കെതിരെയാണെങ്കിൽ ഒരുപാട് മോശം പേര് വരാൻ കാരണം ഈ സബ്സ്ക്രിപ്ഷൻ ഫീച്ചറാണ്. അതുകൊണ്ട് കിച്ചുവിനെ 100% ന്യായീകരിക്കാനേ എനിക്ക് പറ്റുള്ളൂ. അത് വേണ്ട കേട്ടോ എന്ന് പറയാൻ അമ്മ ഇത് ചെയ്യത്തില്ല എന്ന് പറയും. മോൻ ഗുഡ് നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തത്.
രേണുസുധിയുടെ പ്രതികരണം കേട്ടില്ലേ? ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. നാളെ ഞാൻ മരിച്ചെന്നറിഞ്ഞാൽ നീ എന്നെ കാണാൻ വരരുത് എന്നൊക്കെ പറഞ്ഞു. ഈ വീഡിയോ ഏകദേശം 15 മിനിറ്റ് നീളുന്ന ഒരു റിയാക്ഷൻ വീഡിയോ ആയിരുന്നു രേണു കിച്ചുവിനെതിരെ ഇട്ടത്. അപ്പൊ താല്പര്യമുള്ളവർ പ്രൊഫൈലിൽ പോയി കാണുക. എന്തായാലും രേണുസുധിയുടെയും കിച്ചുവിന്റെയും വീഡിയോ കണ്ടതിൽ എനിക്ക് കിച്ചുവിന്റെ ഭാഗം സപ്പോർട്ട് ചെയ്യാനാണ് തോന്നിയത്. നിങ്ങൾക്ക് ആരുടെ ഭാഗമാണ് സപ്പോർട്ട് ചെയ്യാൻ തോന്നിയെന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.